നല്ല ടേസ്റ്റി ആയിട്ട് ബ്രെഡ് കൊണ്ടൊരു ഡെസേർട്ട് തയ്യാറാക്കിയാലോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് കുറച്ച് പാലൊഴിച്ച് ഒന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്ത് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി 2 കപ്പ് പാൽ തിളപ്പിച്ച് ഇതിലേക്ക് മധുരത്തിനായി ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. ഇതിന് പകരമായിട്ട് പഞ്ചസാരയും ആഡ് ചെയ്താൽ മതി. ഇനി ഇതിലോട്ട് നേരത്തെ മാറ്റി വെച്ച് കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. കൈയെടുക്കാതെ ഇളക്കി തിക്കാവുന്ന വരെ ഒന്ന് വേവിക്കാം. തിക്കായതിന് ശേഷം ഇത് തണുപ്പിച്ചെടുക്കണം. 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ മതിയാവും. ഇനി ബ്രെഡിൻ്റെ ബ്രൗൺ സൈഡ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് സൺഫ്ലവർ ഓയിലും ഇതിലോട്ട് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നെയ്യിൽ മാത്രം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ബ്രെഡിൻ്റെ ഓരോ പീസസ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. രണ്ട് ഭാഗവും റെഡി ആയതിനു ശേഷം ഇതിൽ നിന്ന് മാറ്റാം. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്കായിട്ട് തണുപ്പിച്ച് കസ്റ്റർഡ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇഷ്ടമുള്ള നട്ട്സും ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ടുള്ള ബ്രെഡ് കൊണ്ടുള്ള ഡെസേർട്ട് തയ്യാറായിട്ടുണ്ട്. എല്ലാം ട്രൈ ചെയ്യുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതുപോലെ ഈസി റെസിപ്പീസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം. വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്.